നമ്മൾ ചെർക്കള ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെർക്കള എത്തുമ്പോൾ ഈ ഫ്ലൈ ഓവർ തുറന്നു കൊടുത്തിട്ടുണ്ട്. ചെർക്കള ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ വർക്ക് നടക്കുകയാണ് തകൃതിയിൽ. പിന്നെ ഒരു സൈഡ് ഫ്ലൈ ഓവർ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ട്രക്കുകൾ ഇവരെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാസർഗോഡ് നിന്ന് പോകുമ്പോഴേക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ ട്രക്കുകൾ റോഡ് സൈഡായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറ്റം പറയുന്നതല്ല, വേറെ സ്ഥലം ഉണ്ടാവില്ല പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ ചെർക്കള ടൗണിലോട്ടാണ് താഴെ കൂടി പോകുന്നത്. കാസർഗോഡ് നേരെ മുകളിൽ കൂടി വാഹനം തുറന്നു കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡ് ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഇനി ഇവർ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ട് ഇനി കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. പിന്നെ മണ്ണൊക്കെ എടുത്തിട്ട് ഒരുപാട് മണ്ണൊക്കെ എടുത്തിട്ടാണ് ചെർക്കള ടൗൺ യാതൊരു കോട്ടം കൂടാതെയാണ് ഇവിടെ ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത്. ഫ്ലൈ ഓവർ വന്ന് ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നല്ല കിടിലൻ കാഴ്ചയായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെർക്കള ടൗണിലോട്ട് ടൗണിൽ നിന്ന് നേരെ ആറുവരി പാതയിലോട്ട് ഒരു ആക്സിഡൻറ്റ് റാമ്പ് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഡൈവേഷൻ വന്നിട്ട് ആറുവരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മളെ ചെറുക്കള ഈ ആറുവരി പാതയിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ നമ്മുടെ നായ്മാര മൂല നമ്മളെ ബി സി റോഡ് നിന്നായിരുന്നു, സോറി നമ്മുടെ 4 മൈൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ നമ്മുടെ ഈ ഇവരെ മേഘ കമ്പനിയുടെ ഭാഗത്തായിട്ട് ഇവരിതാ നമ്മുടെ ഈ കാർ ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആ ഭാഗത്തായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എക്സിറ്റ് അടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെർക്കള ടൗണിലോട്ട് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ടാവും. അവർ തുറന്ന് വെച്ചിട്ടുണ്ട് അവർ പാത. ഇതിൽ ഞാൻ മിസ്സായിപ്പോയി. ആ ഓതാ ഭാഗത്താണ് കേട്ടോ, ഇവിടെയാണ്. എന്തായാലും അതൊരു എക്സിറ്റ് ആയിട്ടുണ്ടാവും നമ്മളെ ചെർക്കള ടൗണിലോട്ട്. നല്ലൊരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ ചെർക്കള ഭാഗത്ത് നേരെ കാസർഗോഡ് ഭാഗത്ത് പോകുമ്പോഴേക്ക് എൻ്റർ ചെയ്യാൻ ആറുവരി പാതയിൽ നിന്ന് എൻ്റർ ചെയ്യാനുള്ള ഇടം. നേരെ നമ്മളെ ULCC മേഘ കമ്പനിയുടെ റീച്ച് ഇവിടെ കഴിഞ്ഞ് ഇവിടെ മുതൽ ULCCയുടെ റീച്ചാണ്.